മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. യുവതിയുടെ മൊഴി അനുസരിച്ച് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് കേസ്. മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പ്രസവത്തിനായി വീട്ടിലേക്ക് പോയതിനു ശേഷം ഭർത്താവ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് യുവതിയുടെ പരാതി. കുഞ്ഞുണ്ടായി, പക്ഷേ കുഞ്ഞിനും പോലും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? മലപ്പുറത്ത് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫോണിലൂടെ 3 തലാഖും ഒരുമിച്ച് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ഇത്തരം തലാഖുകൾ ഇപ്പോൾ നിയമവിധേയമല്ല എന്ന് മാത്രമല്ല ക്രിമിനൽ കുറ്റവുമാണ്. പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാം എന്ന് മാത്രമല്ല, ഈ മുത്തലാഖ്, ഇത്തരത്തിൽ ഏകപക്ഷീയമായി മുത്തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കുകയും അതനുസരിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള കേസുകളിലെ ഒരു കേസായി ഇപ്പോൾ മലപ്പുറത്തെ ഈ കേസ്, കൊണ്ടോട്ടിയിലെ കേസ് വരികയാണ്. അരുൺ അമൃതനാഥ് ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? അഭിലാഷ്, ആര്യ, ഇന്നലെയായിരുന്നു നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലൊരു വാർത്ത കേട്ടത്. നിയമവിരുദ്ധമായ മുത്തലാഖ്, ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിൻ്റെ പരാതി. പിന്നാലെയാണ് മലപ്പുറം വനിതാ സെല്ല് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായ വിവാഹബന്ധം വേർപിരിയൽ, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കൊണ്ടോട്ടി സ്വദേശിയായ ബീരാൻകുട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് 2023 ഇവരുടെ വിവാഹം നടക്കുന്നത്. 40 ദിവസം ഭർതൃത്വത്തിൽ യുവതി താമസിച്ചു. പിന്നീട് ഗർഭിണിയായതിനെ തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. പിന്നീട് ഒരു ബന്ധവും ഭർത്താവുമായി ഉണ്ടായിരുന്നില്ല. ഫോണിൽ വിളിച്ചാൽ പോലും ഭർത്താവ് പ്രതികരിക്കാതെയായി. അങ്ങനെ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി. 11 മാസങ്ങൾക്ക് ശേഷമാണ് ഭർത്താവ് യുവതിയുടെ പിതാവിനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലുകയാണെന്ന് ഫോണിൽ വിളിച്ചു പറയുന്നത്. പിന്നാലെയാണ് കുടുംബം ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിനെയും വനിതാ കമ്മീഷനെയും ഒക്കെ സമീപിക്കുന്നത്. 30 പവൻ സ്വർണവും ഇവർക്ക് നൽകിയത് തിരിച്ചു തന്നിട്ടില്ലെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എന്തായാലും വനിതാ സെൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അഭിലാഷ്, ആര്യ. ശരി, എന്തായാലും ഒരു മുത്തലാഖ് കേസ് കൂടി സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് കേസ്.